യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. മോസ്കോയെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള US നിർമ്മിത ദീർഘദൂര മിസൈൽ സെലൻസ്കി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റില് അദ്ദേഹം ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പോയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഐക്യത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖില് ആണ് ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആഗോള ഉച്ചകോടിയിൽ ലോകത്തു നിന്നുള്ള പ്രധാന നേതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിൽ വിശാലമായ സമാധാനം വേണം, പഴയ വഴക്കുകളും യുദ്ധങ്ങളും അതുപോലെ വിദ്വേഷങ്ങളും ഒക്കെ മറക്കണം, പഴയ യുദ്ധങ്ങളൊന്നും ആയിരിക്കരുത് നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത്. ഇത്തരമൊരു തീരുമാനമൊക്കെ എടുക്കുവാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരേ ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അധികം വൈകാതെ അമേരിക്കയിലേക്ക് എത്തും. അദ്ദേഹം വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ ഏതാനും മണിക്കൂറുകൾക്കകം എത്തും. അദ്ദേഹത്തിനോടൊപ്പം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ സിസിയും ഇന്നലത്തെ ഈ ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രപ്പോസൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരു അവസാന അവസരമാണ്. അദ്ദേഹം അമേരിക്കയിൽ എത്തിയാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഉള്ള രണ്ടാമത്തെ പ്രധാന വിഷയം റഷ്യ യുക്രൈൻ യുദ്ധമാണ്. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച നടക്കുക. ദീർഘദൂര ടോമഹോക്ക് മിസൈൽ യുക്രൈന് നൽകുന്നതൊക്കെ പരിഗണിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിലേക്ക് പോകും മുമ്പ് പറഞ്ഞിരുന്നു. വളരെ നാളായിട്ട് യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം മുതൽ സെലൻസ്കിയുടെ ആവശ്യമായിരുന്നു ഇത്. മോസ്കോയൊക്കെ ലക്ഷ്യം വെക്കുവാൻ ശേഷിയുള്ള അമേരിക്കയുടെ ദീർഘദൂര ഈ മിസൈൽ സെലൻസ്കി ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഈ വെള്ളിയാഴ്ച നടക്കുന്ന നിർണായക കൂടിക്കാഴ്ച. എന്നാൽ റഷ്യ ഏറെ നാളായിട്ട് ഇത് ശക്തമായി എതിർക്കുകയാണ്. യുദ്ധം ഇതൊക്കെ വലിയൊരു തോതിൽ അത് വ്യാപിക്കുവാനുള്ള ഇടയാക്കത്തേ ഉള്ളൂ എന്നാണ് റഷ്യയും അതുപോലെ വ്ളാദിമിർ പുടിനും പറയുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.